ഇറാനുമായി തൽക്കാലത്തേക്കെങ്കിലും സമാധാനത്തിൽ പോകുന്ന ഇസ്രയേലിന് മുൻപിൽ പ്രധാനമായി ഇപ്പോൾ രണ്ട് ശത്രുക്കളാണുള്ളത്, യമനും ഗാസയും. അതിൽ ഗാസയുടെ കാര്യത്തിൽ ഏകദേശം ഇസ്രയേലിന് തന്നെയാണ് ജയം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അടിക്കുത്തരം മുറിപ്പത്തൽ എന്ന മട്ടിൽ ഇസ്രയേലിനെ അടിച്ചു തകർക്കാൻ തന്നെയാണ് യമന്റെ തീരുമാനം. യമനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. 2023 യമനിലെ അൻസാറുള്ള കസ്റ്റഡിയിലെടുത്ത ഗാലക്സി ലീഡർ കപ്പൽ, ഹുദൈദ തുറമുഖം, റാസ് ഇസ തുറമുഖം, സൈഫ് തുറമുഖം, 2 വൈദ്യുതി നിലയങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ആക്രമണം നടന്നത്. ഗാലക്സി ലീഡർ കപ്പലിൽ രൂപീകരിച്ച കമാൻഡ് സെന്റർ വഴിയാണ് ചെങ്കടലിലെ കപ്പലുകളെ അൻസാറുള്ള നിരീക്ഷിക്കുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുകയുണ്ടായി. 20 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 50 ബോംബുകൾ ഇട്ടതായിട്ടാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലി ആക്രമണത്തിൽ 6 പേർ രക്തസാക്ഷിയായെന്നും 15 പേർക്ക് പരിക്കേറ്റെന്നും യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശീയമായി വികസിച്ച സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലി ഫൈറ്റർ ജെറ്റുകളെ തുരത്തിയെന്നും യമനി മാധ്യമങ്ങൾ അറിയിക്കുന്നു. അതേസമയം ഇസ്രയേലി ആക്രമണത്തിന് പിന്നാലെ 2 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അൻസാറുള്ള ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ മിസൈലുകൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ലക്ഷ്യങ്ങളിൽ പതിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അൻസാറുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഗോത്ര വിഭാഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. സദാ ഗവർണറേറ്റിലെ സഹർ ജില്ലയിൽ ആയുധങ്ങളുമായി എത്തിയാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. യമനി ജനതയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് സമ്മേളനമെന്ന് സദാ ഗവർണർ മുഹമ്മദ് ജാബിർ അവാദ് പറയുകയുണ്ടായി. വാഗ്ദത്തം ചെയ്യപ്പെട്ട വിജയത്തിനായി വിശുദ്ധ ജിഹാദിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണം. മാത്രമല്ല, സയനിസ്റ്റുകൾക്കെതിരെയും അമേരിക്കക്കാർക്കെതിരെയും പരസ്യമായി പോരാടുമ്പോഴും ആഭ്യന്തര മുന്നണിയിലും ശ്രദ്ധ വേണമെന്ന് സംഘാടകനായ അലി അൽ ദാഹിരി പറയുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 33 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം ഗാസയിലെ 100-ലധികം പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം അഴിച്ചുവിട്ടത്. വെടിനിർത്തൽ ശ്രമങ്ങൾ മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിൽ ചർച്ചകൾക്കായി പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഗാസ സിറ്റിയിലെ 2 വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഷിഫ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സെൽമിയ പറയുകയുണ്ടായി. തെക്കൻ ഗസയിൽ മെഡിറ്ററേനിയൻ പ്രദേശമായ മുവാസിയിൽ നടന്ന ആക്രമണത്തിൽ 13 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിലുടനീളം 130 പ്രദേശങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത്. ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ, സംഭരണ സൗകര്യങ്ങൾ, ആയുധങ്ങൾ, ലോഞ്ചറുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ മുന്നിട്ടു നിന്നതും പിന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായ അതിരിട്ട് പിന്തുണയും തന്നെയാണ് ഇസ്രയേലിനെ ഇത്രയ്ക്ക് ശക്തമാക്കുന്നത്. അതേസമയം യമൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേൽ ഒന്ന് പതറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ.